നമസ്കാരം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതി പരിഗണിച്ചു വരികയാണല്ലോ. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കരുത് എന്നുള്ളതായ ഒരാചാരം അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് ആരാധന സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും അത് ഒഴിവാക്കണം, അതില്ലാതാക്കണം എന്നു പറഞ്ഞാണ് പരാതിക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിന് എതിർകക്ഷികൾ പറയുന്നതായ ന്യായമെന്ന് പറയുന്നത് ഇത് നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു വരുന്ന ഒരു ആചാരമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നത് ഒരു മതസ്വാതന്ത്ര്യത്തിൻ്റെ വിശ്വാസങ്ങളുടെ മേലുള്ള ഒരു കടന്നാക്രമണം ആയിട്ട് ഇതിനെ കണക്കാക്കാനാകൂ എന്നാണ് അതിൻ്റെ എതിർഭാഗം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി ഇതിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി ചോദിക്കുന്നത്, ഞാൻ വാർത്താമാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ്, സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ യുക്തി എന്നാണ്. സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കുന്നില്ല എങ്കിൽ എന്താണ് അതിൻ്റെ യുക്തി? സുപ്രീം കോടതിയുടെ ഈ ഒരു നിരീക്ഷണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം, നമ്മൾ ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി ദുരാചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൊടികുത്തി വാണ ഒരു നാടാണ് ഭാരതം. യുക്തി മരവിച്ചു പോയ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മൾ വളരെ പിറകോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദികാലത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വേദകാലത്തേക്കോ അല്ലെങ്കിൽ ഉപനിഷത്തുക്കളുടെ കാലത്തിലേക്കോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഭാരതം എത്രമാത്രം യുക്തിയെ അടിസ്ഥാനമാക്കിയാണ് തത്വങ്ങളും ദർശനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്ന്. ഈശ്വരനെ നിഷേധിക്കുന്ന തരത്തിലുള്ള യുക്തികൾ പോലും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. സാഖ്യ ദർശനം പോലുള്ള ദർശനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെയും അല്ലെങ്കിൽ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും അസ്തിത്വവും അടിസ്ഥാനവും വിശദമാക്കുന്നതിനും തെളിയിക്കുന്നതിനും ഒരു ഈശ്വരൻ്റെ സഹായം ആവശ്യമില്ല എന്ന് വരെ പറഞ്ഞിരുന്ന ദർശനങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് ഭാരതം. എന്നാൽ പിന്നീട് സംഭവിച്ചത് പൗരോഹിത്യ മേധാവിത്വവും അന്ധവിശ്വാസങ്ങളുടെ വളർച്ചയും ഇതേ യുക്തി ഭദ്രമായിരുന്ന വേദോപനിഷത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ദീർഘമായ കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇപ്പോഴും അന്ധവിശ്വാസങ്ങൾക്കൊക്കെ ഒരു കുറവും സംഭവിച്ചായിട്ട് നമുക്ക് തോന്നില്ല. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു നിരീക്ഷണം, ഞാൻ പറഞ്ഞു ഇത് പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്, സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം, അതായത് ആചാരം എന്തോ ആയിക്കൊള്ളട്ടെ, എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം, എന്താണ് ഇതിൻ്റെ ഒരു ലോജിക്, യുക്തി എന്താണെന്നുള്ളത് വ്യക്തമാക്കുക, അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പല ദുരാചാരങ്ങളും അനാചാരങ്ങളും ഇവിടെ മനുഷ്യരുടെ മേൽ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മതപരമായിട്ട് മാത്രമല്ല, അല്ലാതെയും പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ്, ഇതെല്ലാം സ്ത്രീകളുടെ പുറത്തും കുട്ടികളുടെ പുറത്തും ഒക്കെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണിത്. അത് ഹിന്ദുമതത്തിൽ മാത്രമല്ല, ഒട്ടനവധി എല്ലാ തരത്തിലുള്ള മതങ്ങളിലും ഇതുപോലുള്ള ദുരാചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആരും തിരിച്ചു ചോദിക്കാറില്ല എന്താണ് ഇതിൻ്റെ യുക്തി. ഇപ്പം ഏതോ ഒരു മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളത് കണ്ണുമടച്ച് അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? എന്തായിരിക്കണം ഇതിൻ്റെ യുക്തി എന്നാരും തിരിച്ചു ചോദിക്കുന്നതായിട്ട് പോലും നമ്മൾ കാണുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സംഗതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുപ്രീം കോടതി ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത്, എന്താണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നുള്ള യുക്തി. യുക്തിയില്ല എന്നുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള ആചാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോഴേ നമ്മുടെ സമൂഹം ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഏത് മതവും ശുദ്ധീകരിക്കപ്പെടുന്നത് അത് യുക്തിയുടെ ബലം, യുക്തിയുടെ പിൻബലം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. മതങ്ങളാകട്ടെ, മതതത്വങ്ങളാകട്ടെ, മറ്റേത് തത്വങ്ങളാകട്ടെ, അത് സാധൂകരിക്കപ്പെടുന്നത് അതിന് യുക്തിപരമായ ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ്. അത് സുപ്രീം കോടതി ഇപ്പോൾ എടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു നല്ലൊരു തുടക്കം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ വിഷയം, ഇതിൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയിരുന്നു. അത് ഞാൻ സുഗതകുമാരി മാഡവുമായിട്ടത് ഒരു പ്രാവശ്യം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ മാഡമാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ടിത് പബ്ലിഷ് ചെയ്തുകൂടാ,
അപ്പോൾ മാഡത്തിൻ്റെ ഉപദേശം ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഞാനിവിടെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ യുക്തി പറയണ, ആർക്കും അവരവരുടെ യുക്തി ഉണ്ടാവും. എൻ്റെ യുക്തിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, പ്രത്യേകിച്ച് അത് മൗലികവുമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല. പല സ്ഥലത്തു നിന്നുള്ള ഇൻഫർമേഷൻ, വായന, അനുഭവങ്ങൾ എന്നിവ വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു യുക്തി ഞാനിവിടെ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ചെറിയ ചെറിയ സ്ലൈഡുകളായി, ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ഞാനത് ഇവിടെ ഇടുന്ന. 2-3 വീഡിയോ ഉണ്ടാകും. ഇത് എൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അടുത്ത വീഡിയോ ഞാൻ ഇടുന്നവരെ നമസ്കാരം.